ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 15. കുറ്റം ചുമത്തപ്പെട്ടു, മോചിതനായി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. സങ്കീർത്തനം 32:5. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അത് ഒരു നുണയായിരുന്നു. ദൈവം എന്നെ തടയുന്നതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ വാദ്യസംഘത്തിൻ്റെ പുറകിൽ സ്പിറ്റ് ബോൾ, അതായത് കടലാസ് ചുരുട്ടി ഉരുണ്ട രൂപത്തിലാക്കി ഒരു കുഴലിലൂടെ തുപ്പുന്ന വിനോദം ഉപയോഗിച്ച് ശല്യം ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. മുൻ നാവികനും അച്ചടക്കത്തിനു പേരു കേട്ടവനുമായിരുന്ന ഞങ്ങളുടെ ഡയറക്ടർ. എനിക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. അതുകൊണ്ട് എൻ്റെ സംഘാംഗങ്ങൾ എന്നെയും പ്രതി ചേർത്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് നുണ പറഞ്ഞു. പിന്നീട് ഞാൻ എൻ്റെ പിതാവിനോടും നുണ പറഞ്ഞു. എന്നാൽ ഈ നുണ തുടരാൻ ദൈവം അനുവദിച്ചില്ല. അതിനെക്കുറിച്ച് ശക്തമായ കുറ്റബോധം അവൻ എനിക്ക് നൽകി. ആഴ്ചകളോളം എതിർത്തതിന് ശേഷം ഞാൻ വഴങ്ങിക്കൊടുത്തു. ഞാൻ ദൈവത്തോടും എൻ്റെ പിതാവിനോടും ക്ഷമ ചോദിച്ചു. പിന്നീട് ഞാൻ എൻ്റെ ഡയറക്ടറുടെ ഭവനത്തിൽ ചെന്ന് കണ്ണീരോടെ തെറ്റ് ഏറ്റുപറഞ്ഞു. ഭാഗ്യവശാൽ അദ്ദേഹം ദയയും ക്ഷമയും ഉള്ളവനായിരുന്നു. ആ ഭാരം ഒഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ട ശാന്തി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ കുറ്റബോധത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. ആഴ്ചകൾക്കു ശേഷം ഞാൻ ആദ്യമായി സന്തോഷം അനുഭവിച്ചു. തൻ്റെ ജീവിതത്തിലെ തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ഒരു കാലഘട്ടം ദാവീദ് വിവരിക്കുന്നുണ്ട്. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്ന് ദാവീദ് ദൈവത്തോട് പറയുന്നു. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു എന്ന് ദാവീദ് തുടരുന്നു. സത്യസന്ധത ദൈവത്തിന് പ്രധാനമാണ്. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയണമെന്നും നാം തെറ്റു ചെയ്തവരോട് ക്ഷമ ചോദിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമയുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുന്നത് എത്രയോ നല്ലതാണ്. ചിന്തിക്കുക, ദൈവത്തോട് സത്യസന്ധത പുലർത്തുന്നത് നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ക്ഷമ നിങ്ങളുടെ ഭാരം ലഘൂകരിക്കുകയും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തതെങ്ങനെ? ദൈവത്തിന് മഹത്വം.